നമസ്കാരം. ഖമേനിയെ വകവരുത്താൻ ട്രംപിന്റെ പട്ടാളം അമേരിക്ക വിറയ്ക്കുകയാണ്. അതായത് ഇറാന്റെ തിരിച്ചടിയിൽ അതേസമയം അമേരിക്ക വിറച്ചു പോകും. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി 1989 ഇറാന്റെ അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. അധികാര മാറ്റത്തിന് ശേഷം, ആ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം 4 പതിറ്റാണ്ടോളം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആ 4 പതിറ്റാണ്ടോളം തുടർച്ചയായി പങ്കെടുത്തിരുന്ന ഒരു പ്രധാന ചടങ്ങിൽ നിന്ന് ആദ്യമായിട്ട് അദ്ദേഹം വിട്ടുനിൽക്കുകയാണ്. രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങളിലൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഫെബ്രുവരി 8 നടന്ന സംഭവമാണ്. അതായത് ഇറാനിലെ വ്യോമസേന കമാൻഡർമാരുമായിട്ട് നടക്കുന്ന വാർഷിക കൂടിക്കാഴ്ച. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശക്തിയും വിശ്വസ്തതയും പ്രതീകമാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീകാത്മകമായി കാണിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇത്തവണ ആ ചടങ്ങിന് ഖമേനി നേരിട്ട് പങ്കെടുത്തില്ല എന്നതാണ്. പകരം സായുധ സേനാ മേധാവിയായിട്ട് അബ്ദുൾ റഹീം മൗസവി വ്യോമസേന ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടി എന്നാണ് പറയപ്പെടുന്നത്. ഇത് വെറും ആരോഗ്യപരമായിട്ടുള്ള കാരണമോ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അപൂർവമായിട്ടുള്ള സാന്നിധ്യം കേവലം ഒരു വിട്ടു നിൽക്കാനല്ല, മറിച്ച് അമേരിക്കയുടെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ ആയത്തുള്ള ഖമേനി നടത്തുന്ന അതിശക്തമായിട്ടുള്ള തന്ത്രപരമായ ജാഗ്രതയുടെ ഭാഗമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറാനെതിരെ സൈനിക നടപടിക്ക് കോപ്പ് കൂട്ടുന്ന വാഷിംഗ്ടന്റെ കണക്കുകളുടെ ആ കണക്കുകൂട്ടലുകളെയൊക്കെ തകിടം മറിക്കുന്ന ഒരു നീക്കമാണ് ഇതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആയത്തുള്ള ഖമേനിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ കരുത്താണ് പ്രകടമാക്കുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തന്റെ സാന്നിധ്യത്തെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണക്രമത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നുള്ളതാണ്. തന്റെ അസാന്നിധ്യത്തിനും രാജ്യത്തിന്റെ സായുധ സേനയും ഭരണ സംവിധാനവും ഒരേപോലെ സുശക്തമാണ് എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം പുറം ലോകത്തിന് നൽകുന്നത് എന്നതാണ്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ കൂടുതൽ കൃത്യതയോടെയും ബുദ്ധിപരമായ കരുനീക്കങ്ങളുടെയും ഇറാനെ നയിക്കാൻ വേണ്ടി ഖമേനിക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അതായത് ഖമേനിയെ എങ്ങനെ വധിക്കാം, ഖമേനിക്ക് എങ്ങനെ പണി കൊടുക്കാം, ആയത്തുള്ള ഖമേനിയെ വധിച്ച് ഇറാന്റെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ തരിപ്പണമാക്കാം എന്നതാണ് ട്രംപിന്റെ ചിന്ത. അവിടെയാണ് ബുദ്ധിപൂർവമായിട്ട് ഒരു പൊതുപരിപാടികളിലും ഒരു ചടങ്ങുകളിലും എത്താതെ വളരെ ബുദ്ധിപൂർവമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള ഖമേനി. ഇറാനെ നയിക്കാൻ ഖമേനിക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കരുനീക്കങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. സാധാരണയായിട്ട് ഈ വാർഷിക കൂടിക്കാഴ്ചയിൽ ഖമേനി പങ്കെടുത്ത സൈനിക ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യമൊക്കെ അർപ്പിച്ച് പ്രചോദന പ്രസംഗമൊക്കെ നൽകുകയാണ് പതിവ്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതും പുറം ലോകത്തിന് ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള നടപടിയാണ് അത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അഭാവം എന്ന് വെച്ചാൽ ഇറാന്റെ നേതൃത്വത്തിന് മുൻഗണനകൾ മാറി എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. അതായത് ഖമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് വ്യക്തമായ വിശദീകരണം ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇതിന് പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഉയരുന്നതിനിടയിൽ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക അത് ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡറായിട്ടുള്ള ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കൻ നടപടികളെക്കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഖമേനി നേരിട്ട് വലിയ സൈനിക സമ്മേളനങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത്. അതേസമയം ഒരു പ്രതീകാത്മക രാഷ്ട്രീയ സന്ദേശമായിട്ട് നമുക്കിതിനെ കരുതപ്പെടാം. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇറാൻ തന്റെ നീക്കങ്ങൾ കൂടുതൽ കണക്കുകൂട്ടലോടെ നടത്തുകയാണ് എന്ന സന്ദേശം നൽകാൻ ഇത്തരമൊരു ചടങ്ങ് ഒഴിവാക്കൽ ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറാന്റെ നേതൃത്വത്തിന് ഇപ്പോൾ ശക്തി പ്രകടനങ്ങളെക്കാൾ തന്ത്രപരമായിട്ടുള്ള ജാഗ്രതയാണ്, അല്ലെങ്കിൽ ആ ജാഗ്രതയ്ക്കാണ് മുൻഗണന എന്ന നിലപാടിലേക്കാണ് ഇപ്പോഴത്തെ ഈ നടപടി എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു ഡെപ്യൂട്ടിയെ അയച്ചുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾ സ്ഥിരതയുള്ളതാണ് എന്നും ഖമാനി ഇല്ലാതെയും ഈ പറയുന്ന ഭരണ സംവിധാനം നിയന്ത്രണത്തിൽ തുടരുന്നുവെന്ന് കാണിക്കുവാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഖമേനി എത്താതെ ഖമേനിയുടെ മറ്റൊരു വിശ്വസ്തനെ അവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഖമേനി നേരിട്ട് പങ്കെടുക്കാത്തതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് അദ്ദേഹം ഇറാന്റെ പരമാധികാരിയായ നേതാവായി രാജ്യത്തെ നിഴൽ യുദ്ധങ്ങളിലൂടെയും പ്രാദേശിക സംഘർഷങ്ങളിലൂടെയും നയിച്ച ആ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ പ്രാദേശിക ഗ്രൂപ്പുകൾ, ഗൾഫ് മേഖലയിൽ നടന്ന ആക്രമണങ്ങൾ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയവിടങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ, ഇവയെല്ലാം സത്യത്തിൽ ഖമേനിയുടെ ഭരണകാലത്ത് ഇറാനെ ഒരു ശക്തമായിട്ടുള്ള പ്രാദേശിക കളിക്കാരനാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും സൈനിക രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അവസാന വാക്ക് എന്ന പ്രതീകമായിട്ട് ലോകം കണക്കാക്കാറുണ്ട്. ഇവിടെയാണ് അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഖമേനി പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ്. അമേരിക്ക ഒരു യുദ്ധം ആരംഭിച്ചാൽ അതിൽ മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപിപ്പിക്കുകയും ഒപ്പം തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ സംഘർഷമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഇറാന്റെ ഈ നിലപാട് വെറും ഭീഷണി പ്രസംഗം മാത്രമല്ല, മറിച്ച് പ്രാദേശിക സഖ്യങ്ങളിലൂടെ അവരിലൂടെ പ്രതികരിക്കുവാനുള്ള കഴിവ് അത് ഇറാനിനുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇറാന്റെ ഇറാൻ നേരിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയാലും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മുഖേന പ്രതികാരം നടക്കാൻ സാധ്യതയുണ്ട് എന്നതും അമേരിക്കൻ തന്ത്രപരമായിട്ടുള്ള ആശങ്കയിൽ ഉളവാക്കുന്നു. ഇവിടെ നയതന്ത്ര തലത്തിലും പുതിയ നീക്കങ്ങൾ നടക്കുകയാണ്. അതായത് ഇറാൻ ഒമാനിൽ അമേരിക്കയുമായിട്ട് ആണവ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും മിസൈൽ പദ്ധതിയും അതുപോലെ പ്രാദേശിക ഇടപെടലുകളും സംബന്ധിച്ചുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ തുടരുന്നു. ഇറാനിയൻ നയതന്ത്രജ്ഞർ ഈ ചർച്ചകളെയൊക്കെ നല്ല തുടക്കമെന്ന് വിശേഷിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വലിയ ശ്രദ്ധയാകുന്നു. അപ്പോൾ ഇത് ഇറാൻ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള സൂചനയായിരിക്കുമ്പോഴും അതേസമയം ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിനെ തടയാൻ ആർക്കും കഴിയില്ലെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതിലൂടെ അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് പ്രകടമാവുകയാണ്. അപ്പോൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഘടനയിൽ നടക്കുന്ന ചർച്ചകളും ഈ സംഭവവുമായി ബന്ധിക്കപ്പെടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന വിഷയത്തിൽ ഇറാനിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സൈനിക വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഒരു വിഭാഗം ശക്തമായിട്ടുള്ള പ്രതിരോധം മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നയതന്ത്ര സാധ്യതകൾ തുറന്നു വയ്ക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഖമേനി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പങ്കെടുപ്പിക്കുകയും ചെയ്തത് ഈ ആഭ്യന്തര തീരുമാന പ്രക്രിയയിൽ ഒരു തന്ത്രപരമായിട്ടുള്ള സൂക്ഷ്മത പുലർത്തുന്നു എന്നതിന്റെ സൂചനയായിട്ട് കണക്കാക്കണം. ഖമേനി ഒഴിവാക്കിയ ഈ വാർഷിക കൂടിക്കാഴ്ച ഇറാന്റെ സൈനിക സംവിധാനത്തിന് വെറും ചടങ്ങല്ല, മറിച്ചത് ഭരണകൂടത്തിന്റെ സൈനിക ശക്തിയും വിശ്വസ്തതയും ഒക്കെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ നാടകമാണ്. അതിനാൽ തന്നെ ഈ ചടങ്ങിൽ ഖമേനിയുടെ അസാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് ഭാവിയിൽ ഇറാൻ സ്വീകരിക്കാനിരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതാണ്. ചില നിരീക്ഷകർ ഇത് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചാലും അതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇല്ലാത്തതിനാൽ ഈ സംശയം നിലനിൽക്കുന്നുണ്ട്. ആകെ കണക്കിലെടുക്കുമ്പോൾ ഫെബ്രുവരി 8 ഈ അപൂർവ സംഭവത്തെ ഒരു ചെറിയ വാർത്തയായി മാത്രം കാണുവാനാവില്ല. ഇത് ഇറാന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ നേതൃത്വത്തിലെ സുരക്ഷാ ആശങ്കകൾ, അമേരിക്ക ഇറാൻ അനിശ്ചിതത്വം, ആഭ്യന്തര ശക്തി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചലനങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ ഒരു പ്രതീകാത്മക സൂചനയായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധ്യതകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഖമേനിയുടെ ഒരു ചടങ്ങ് ഒഴിവാക്കൽ പോലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഖമേനിയെ വകവരുത്താൻ ട്രംപിന്റെ പട്ടാളം ഇറങ്ങിയാൽ പോലും ഇറാന്റെ തിരിച്ചടി ട്രംപിന് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. മിസൈൽ വർഷിച്ച് ഇറാൻ കുളിപ്പിക്കും അമേരിക്കയെ, പിന്നെ ഒരു പിടി ചാരമായി മാറും ട്രംപും അമേരിക്കയും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന ഈ കളികളൊക്കെ മാറ്റിവെക്കുന്നതായിരിക്കും ട്രംപിന് നല്ലത്. ആയത്തുള്ള ഖമേനി ഏതെങ്കിലും വിധത്തിൽ ട്രംപിന്റെ പട്ടാളം വകവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ ഇറാന്റെ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ഈ ട്രംപിന് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. അതായത് മിസൈൽ വർഷം കൊണ്ട് തകർക്കും, വിമാനവാഹിനി കപ്പലുകളെ അടക്കം തീഗോളമാക്കി മാറ്റും, ബോംബ് സ്ഫോടനം നടത്തും. അങ്ങനെ മിസൈൽ വർഷത്തിൽ അടക്കം ഇറാൻ ഈ അമേരിക്കയെ കുളിപ്പിച്ച് കിടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ ഒരുപിടി ചാരമായി മാത്രം മാറും ഈ അമേരിക്കയും ഒപ്പം തന്നെ ഇതിന് നേതൃത്വം നൽകിയ ട്രംപ്.